ശ്രീലക്ഷ്മി, 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 ശ്രീലക്ഷ്മി. ഇതെന്താ ലോക്കൽ ബസ്സാണോ? വഴിയിലൊക്കെ നിർത്തി നിർത്തി പോവാൻ. ഇങ്ങനെ പോയി നാളെ നേരം വെളുത്താലും കോയമ്പത്തൂർ എത്തത്തില്ലല്ലോ. ആരുടെ ഇത്? ഇയാളെന്തായി കാണിക്കുന്നത്? ചേട്ടാ ഒന്ന് തുറക്കൂ, പ്ലീസ് ഒന്ന് തുറക്കൂ. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. എക്സ്ക്യൂസ് മീ, അദ്ദേഹത്തിന്റെ പരിചയക്കാരനാ. ഈ ഡോറും തുറക്കോ? തുറന്നു കൊടുക്ക. പരിചയക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എന്താ മൈൻഡ് ചെയ്യാതെ പോയത്? ഇതിപ്പോ മെനക്കെടാന്ന ലക്ഷണം. നീ പോയി നോക്ക് എന്താ സംഭവം. സോറി, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം. ഒരു അത്യാവശ്യമായതുകൊണ്ട് ശ്രീലക്ഷ്മി വരൂ, നമുക്കിറങ്ങാം. നോ സാർ, എന്തിനാ ഇപ്പൊ വന്നത്? എന്താ കാര്യം? വന്നത് തന്നെ വിളിച്ചോണ്ട് പോവാനാ. യു ഹാവ് ടു കം വിത്ത് മീ. സോറി, എന്നെ അവിടെ നിന്ന് അയച്ചു കഴിഞ്ഞതല്ലേ സർ. ഇനി എന്തിനാ തിരികെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ശ്രീലക്ഷ്മി, താൻ കോയമ്പത്തൂരിലേക്ക് പോകുന്നില്ല. വരൂ എന്റെ കൂടെ. കമാൺ, ഗെറ്റ് ഓൺ. സോറി സർ, സോറി. സാറിന്റെ സെൻഡ് ഓഫ് സമയത്ത് ഓഫീസിൽ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. എന്നെ ഓഫീസിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. കമ്പനി ഉടമസ്ഥൻ രവിചന്ദ്ര വർമ്മൻ സാറിന്റെ തീരുമാനമാണ്. ശ്രീലക്ഷ്മി, സോറി സർ, ഇതൊരു പബ്ലിക് പ്ലേസാ. ദയവ് ചെയ്ത് സാർ പോണം പ്ലീസ്. താൻ വന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. അത് തീരുമാനിച്ചു തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്താ സാർ നിങ്ങളുടെ പ്രോബ്ലം? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഒന്നിറങ്ങി പോവാമോ? സാർ ദയവ് ചെയ്ത് പോണം. സാർ ഇങ്ങനെ ബസ് തടഞ്ഞു നിർത്തുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇതെന്തൊരു മാറണം ഇത്? ഒന്നുകിൽ അയാളോട് ഇറങ്ങി പോകാൻ പറ, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് കൂടെ പോരട്ടെ. ഇണക്കവും പിണക്കവും ഒക്കെ വഴി തന്നെ പറഞ്ഞു തീർക്കാലോ. അതൊരു ഐഡിയ. കൊടൊരു കൈയടി. എന്നാ പിന്നെ ടിക്കറ്റ് ഞാൻ എടുക്കാം. പോകാം നമുക്ക്. ആ രാജോട്ടാ പോവാം. ഒരു ടിക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ശരിടാ ശരിടാ. ശ്രീലക്ഷ്മി, എന്നോട് ക്ഷമിക്കണം താൻ, പ്ലീസ്.
ഈ കുട്ടീന്റെ നാട്ടുകാരിയാ. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. എന്റെ നാട്ടുകാരിയല്ലേ നജീമക്ക, മോശമാവോ? താനാ കൊച്ചിന്റെ നാട്ടുകാരനായത് കാരണം അത് തോറ്റുപോകുന്ന എന്റെ പേടി. ഒന്ന് പോയെന്റെ നജീമക്ക. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? സാറോട് പോയി താഴെ വണ്ടി കിട്ടില്ലല്ലോ. സാറിന്റെ കാറിന്റെ കീ വാങ്ങിക്കൊണ്ട് പോയി. എന്തോ അർജന്റാണെന്ന് തോന്നുന്നു. താനെന്തിനാ കാറിന്റെ കീ കൊടുത്തത്? രാത്രി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ വിടണ്ടായിരുന്നു. സോറി സർ. അത് പിന്നെ ഫോണും കിട്ടുന്നില്ലല്ലോ. സാന്ദ്ര മേഡം എവിടെ? മാഡം ക്യാബിനിലുണ്ട് സർ. ശ്രീലക്ഷ്മി, താൻ ഇങ്ങനെ ഇരുന്ന എന്താ അർത്ഥം? ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന്, കൂടെ യാത്ര ചെയ്യാനല്ല. എന്നെ ഒന്ന് നോക്ക്. ഞാൻ വരില്ലെന്ന് പറഞ്ഞല്ലേ സർ. വെറുതെ എന്റെ കൂടെ വന്ന് സാറിന്റെ സമയം എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? എന്റെ വിധി എന്താണോ അതിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ദയവ് ചെയ്ത് എന്നെ തിരിച്ചു വരാൻ നിർബന്ധിക്കരുത്. ശ്രീലക്ഷ്മി പ്ലീസ്. എന്തിനാ സാർ ഇങ്ങനെ? എല്ലാം സാറ് വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണമെന്ന് എന്തിനാ ഇത്ര വാശി പിടിക്കുന്നേ? സാർ ആഗ്രഹിച്ച പോലെ എനിക്ക് പ്രൊമോഷൻ തന്നില്ലേ? ഇനി ഞാൻ പോട്ടെ. സാറിനിപ്പോ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ആദ്യം താന്റെ വാക്കുകൾ കേൾക്കുന്നോ ഇല്ലയോ? താൻ കോയമ്പത്തിലേക്ക് പോകുന്നില്ല, എന്റെ കൂടെ വരുന്നു. എണീക്ക്, വാ എണീക്ക്, നമുക്കിവിടെ ഇറങ്ങാം. ഈ പാതിര നേരത്തെ ഇറങ്ങാനോ? പ്ലീസ് സർ, സാർ ഇറങ്ങിക്കോളൂ, ഞാൻ വരുന്നില്ല. മാഡം ഇയാളുടെ ടിക്കറ്റ്. ഞാൻ എത്ര നേരമായിട്ട് തന്നോട് പറഞ്ഞോണ്ടിരിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ പറയുന്നു? സോറി സർ. സാറ് വന്നിട്ട് ഇപ്പോഴിങ്ങനെ ചോദിക്കുന്ന എന്തിനാന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം കഴിഞ്ഞില്ലേ സർ? എല്ലാം കഴിഞ്ഞു. തോറ്റുപോയി, ഞാൻ തോറ്റുപോയി. നോ, താൻ തോറ്റിട്ടില്ല. തന്നെ തോൽക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. ബ്ലഡി ഹെൽ, അവള് പോയാ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി ഇനിയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോ രാജാറാം സാർ എന്തൊരു ടെൻഷനാണിത്. സാർ ഇവിടെയില്ല, വീട്ടിലുമില്ല. സാറിന് സെക്യൂരിറ്റി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി രാജാറാം സാറിനല്ലേ? എന്നിട്ട് സാർ ഇങ്ങനെ വന്നു നിന്ന് സാറിന് അറിയില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഓ ഗോഡ്, സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെ പോയി? സാർ എന്നെ ഇതൊരു ഫോൺ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക. സാർ യൂഷ്വലായി പോകുന്ന എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞു. ഇനി സംശയമുള്ള ഒരേ ഒരു സ്ഥലം കൂടിയേ ബാക്കിയുള്ളൂ. അതേത് സ്ഥലം? നമ്മുടെ ശ്രീലക്ഷ്മി മാഡത്തിന്റെ വീട്. അതിന് അവളിപ്പോ കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ട് കാണുമല്ലോ. ആ, എനിക്കും തോന്നി. അല്ല, ശ്രീലക്ഷ്മി മാഡം എങ്ങനെയാ യാത്ര പോയിരിക്കുന്നത്? വാട്ട്? ഐ മീൻ ബസ്, ട്രെയിൻ ഓർ? ട്രാവൽസിൽ ബസ് ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഏയ്, അങ്ങനെയല്ല. മാഡത്തിന് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ശ്രീലക്ഷ്മി മാഡത്തിന് ഫോൺ ചെയ്ത് എവിടെ ഉണ്ടോന്ന് ചോദിക്കണം പ്ലീസ്.
വിളിക്കും മാഡം, ഇത് നമ്മുടെ ആവശ്യമാ. പ്ലീസ്. യാ ഓക്കെ, യു ആർ റൈറ്റ്. വെയിറ്റ്. ആ ഫോൺ നമ്പർ നോട്ട് റീച്ചബിൾ ആണ്. ആ ശരി, ഓക്കെ. ആ ടിക്കറ്റ് ബുക്ക് ചെയ്താരാ? നമ്മുടെ സ്റ്റാഫ്. ഡീറ്റെയിൽസ് കിട്ടുമല്ലോ? യാ ഷുവർ. പിന്നെന്താ? വലിയ ഉപകാരം. അതെന്റെ മൊബൈലിലേക്ക് ഒന്ന് അയച്ചേക്കണം, ആവശ്യം വരും. സർ, ആ. എവിടേക്കാ പോകുന്നത്? ബസ് സ്റ്റാൻഡിലേക്ക്. ബസ് സ്റ്റാൻഡോ? ആയു ഷുവർ? നമ്മുടെ സാർ അവിടെ ഉണ്ടാവോ? നോട്ട് ഷുവർ, അന്വേഷിക്കണം. എന്നാ പിന്നെ ഞാൻ കൂടെ വരട്ടെ? എന്തിന്? ദത്തനിവിടെ ഉണ്ട് ഡ്രൈവർ. ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് റൗണ്ട് അടിച്ചാൽ മതി, സാറിനെ കിട്ടും. സാർ, നമ്മുടെ സാറിനൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? എന്ത് സംഭവിക്കാൻ? നത്തിങ്. കൂടെ ഞാനുള്ള കാലം വരെ രവിവർമ്മൻ സാറിന് ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. മാഡം വിശ്വസിക്കേ, നമ്മളുടൻ രവി സാറിനെ കണ്ടെത്തും. ലക്ഷ്മി പ്ലീസ്, ഇതിപ്പോ താൻ തന്നെ സ്വയം തോൽവി ഏറ്റെടുത്ത് പുറപ്പെട്ടിരിക്കുകയാണ്. എത്ര നേരമായിട്ട് ഞാൻ പറയുന്നു താൻ തോറ്റിട്ടില്ലെന്ന്, പിന്നെ താൻ എന്താ ഇങ്ങനെ? അങ്ങനെ അല്ല സർ, നമുക്കിടയിൽ ഒരാളെങ്കിലും തോൽവി സമ്മതിച്ചല്ലേ പറ്റൂ. ഞാൻ തോറ്റിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് സർ തോറ്റത്? സാർ പറയൂ. ആദ്യം പ്രമോഷൻ നൽകി എന്നെ ട്രാൻസ്ഫർ ചെയ്തു, പിന്നെ ചലഞ്ച് ചെയ്തപ്പോ അതിന് സമ്മതിച്ചു. എന്നിട്ടിപ്പോഴും ശ്രീലക്ഷ്മി താൻ തോറ്റിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഒരേ ഒരു വാക്ക്, ശ്രീലക്ഷ്മി നീ ജയിച്ചു, ഞാൻ തോറ്റു എന്ന് സാറിന്റെ നാവിന്ന് വരുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഇത്രയൊക്കെ വാശി പിടിച്ച് സാറിപ്പോ എന്നോട് ബസ്സിൽ ഇറങ്ങാൻ പറയുന്നുണ്ടല്ലോ. അതിനൊരു കാരണം കൂടി പറയൂ സാർ, അപ്പൊ നോക്കാം ഞാനെന്തിനാ ബസ്സിൽ ഇറങ്ങുന്നെന്ന്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ നിന്നെ സാറെന്നെ പറയൂ സർ. എന്റെ പിന്നാലെ വന്നിട്ട് കോയമ്പത്തൂര് പോണ്ടെന്ന് പറയുന്നത് പോലെ അത്ര ഈസി ആയിട്ട് സാറിന്റെ മനസ്സിലുള്ള കാര്യം പറയാൻ കഴിയാത്ത എന്താ? പറയൂ സർ. സാറിന് എന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാകില്ല ശ്രീലക്ഷ്മി. താനത് മനസ്സിലാക്കി ആദ്യം ഇറങ്ങാൻ നോക്കിയേ. ഇല്ല സർ, ഐ എം സോറി, ഞാൻ ഇറങ്ങില്ല, ബുദ്ധിമുട്ടാണ്. ശ്രീലക്ഷ്മി തന്റെ ബോസ് എന്ന നിലയിലാണ് ഞാനിപ്പോ പറയുന്നത്. താൻ ഇനി മുതൽ എവിടെ ജോലി ചെയ്തിരുന്നോ ആ ഓഫീസിൽ തന്നെ ജോലി തുടർന്നാൽ മതി. സോറി സർ, ഞാൻ ആദ്യം തൊട്ട് അവിടെയല്ലേ ജോലി ചെയ്തിരുന്നത്. എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത് സാറാണ്. ആ ഞാൻ തന്നെ ഇപ്പൊ പറയുന്നത് താൻ കോയമ്പത്തൂര് പോകണ്ടെന്ന്. ശരി, സമ്മതിച്ചു. പക്ഷെ അതെന്തിനാന്ന് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം സാർ പറഞ്ഞാ മതി. ശരി, ഓക്കെ. സാർ ട്രാൻസ്ഫറിന് ഒരു കാരണം നൽകിയില്ലേ, പ്രമോഷൻ. അതുപോലെ ഇപ്പൊ ഈ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യുന്നതിനും ഒരു കാരണം പറയൂ. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. സാറിന് ഓർമ്മ കാണും, 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയില്ലെങ്കിൽ ഞാൻ കോയമ്പത്തൂരിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ സാറിന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാന്ന് സാറ് സമ്മതിച്ചിരുന്നു. ആ ചലഞ്ച് കഴിഞ്ഞു. ഞാൻ എന്റെ വാക്കിനെ കാത്തു സൂക്ഷിക്കാം ഈ യാത്രയിലൂടെ. ദയവ് ചെയ്ത് എന്നെ ഇനിയെങ്കിലും സാറ് വിട്ടേക്കൂ, പ്ലീസ്. പിന്നൊരു കാര്യം കൂടി, ഞാൻ എന്റെ വാക്കിനെ കാത്തു സൂക്ഷിക്കുന്നത് ഞാൻ തോറ്റോണ്ടല്ല സർ. സാറ് തോൽക്കാൻ പാടില്ല എന്ന ഒരേ ഒരു കാരണത്താലാണ്. ഇപ്പൊ ഇവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നത് പോലെ അമ്പലത്തില്
വിഗ്രഹത്തിന്റെ മുന്നിലും സാറ് നിന്നിരുന്നു എന്ന് എനിക്കറിയാം. ഇനിയെങ്കിലും സാറ് സത്യം എന്നോട് പറയണം. സാർ അമ്പലത്തിൽ വന്നിരുന്നില്ലേ? നമ്മൾ അടുത്തടുത്ത് നിന്നില്ലേ? ഞാൻ വിളിച്ചിട്ട് പോലും സാറ് മുഖം തരാതെ നിന്നു. ആ പശ്ചാത്താപം സാറിനുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ തോറ്റിട്ടില്ല എന്ന് സാറ് പറയുന്നത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും പറയൂ സാർ. സാറ് വന്നിരുന്നില്ല അമ്പലത്തില്? നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് സംസാരിക്കാം. സാർ ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. നമ്മൾ കുറെ ദൂരം എത്തിക്കഴിഞ്ഞു. ഇനി തിരികെ പോകാൻ ബുദ്ധിമുട്ടാവും. വാ, ഇറങ്ങിയിട്ട് സംസാരിക്കാം പ്ലീസ്. അതെ സർ, നമ്മൾ കുറെ ദൂരം എത്തിക്കഴിഞ്ഞു. ഇനി മടങ്ങിപ്പോവാൻ ബുദ്ധിമുട്ടാ. എനിക്കറിയാത്. എനിക്കറിയാം. ശ്രീലക്ഷ്മി, ഞാൻ പറയുന്നു കേൾക്ക് നീ പ്ലീസ്. കേൾക്കാം സർ. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. അത് കഴിഞ്ഞ് കേൾക്കാം. ഞാൻ സാറ് പറയുന്നത് മുഴുവൻ കേൾക്കാം. എന്താ പറ്റുമോ അത്? ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവളെങ്ങി എത്തിയാ മതിയായിരുന്നു. അവളെത്തും. നിങ്ങൾ എന്തിനാ ഈ നേരത്ത് അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? ഉറക്കം വരുന്നില്ല സരോജം. എന്തോ ഒരു അസ്വസ്ഥത. ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ എന്ന് ആലോചിക്കുന്നത്. ഏയ് വേണ്ട വേണ്ട, അവൾ ഉറങ്ങിക്കാണും. നമ്മുടെ മുന്നിൽ വെച്ചല്ലേ അവള് ബസ്സിൽ കയറിപ്പോയത്. അവൾ ഒരു കുഴപ്പമില്ലാതെ അങ്ങ് എത്തിക്കോളും. ഇപ്പൊ നമ്മൾ വിളിച്ച അവള് പേടിച്ചു പോകുകയുള്ളൂ. മോള് നമ്മളോട് നേരത്തെ ഒന്നും പറഞ്ഞില്ല. സമയായിപ്പോ പറയണു കോയമ്പത്തൂർക്ക് പാണെന്ന്. ഇപ്പതേ പോയും കഴിഞ്ഞു. മുൻപായിരുന്നെങ്കിൽ അവളെല്ലാം തുറന്നു പറയുമായിരുന്നു. ഇപ്പൊ ചിലതൊക്കെ മനസ്സിലാ സൂക്ഷിക്കുന്നത്. അതെ ശ്രീടച്ച, അവള് വളർന്നു കഴിഞ്ഞില്ലേ? സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത പോലെ ഞാൻ പോയി വരാന്ന് പറഞ്ഞ് പോയിരിക്കുക. ഇപ്പോഴത്തെ പെൺകുട്ടികള് പണ്ടത്തെ പോലെ അല്ല ശ്രീടച്ച. ജീവിതത്തിൽ വിജയിക്കണമെന്നും എല്ലാവരുടെ മുമ്പിൽ തലയുയർത്തി നടക്കണമെന്നും അവർക്കറിയാം. പണ്ടൊക്കെ ഐസ്ക്രീമിന് വേണ്ടി വാശി പിടിക്കുമായിരുന്നു അവള്. പക്ഷെ ഇപ്പോഴോ നമുക്ക് വേണ്ടി അവള് തന്നെ വാങ്ങിക്കൊണ്ടുവരുന്ന അവസ്ഥയാ. ഈ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുക അച്ഛാ. ഇനി നമ്മള് വേണം അതിനോടൊപ്പം പൊരുത്തപ്പെടാൻ. അത്രേ ഉള്ളൂ കാര്യം. കൊള്ളാം. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നീ എന്നെ ആശ്വസിപ്പിക്കുന്നു. പണ്ടൊരു കവിയോ മറ്റോ പറഞ്ഞതുപോലെ, ഇനി അങ്ങോട്ട് വിഷു വരും വർഷം വരും പരസ്പരം നമുക്ക് ഊന്നുവടികളായിട്ട് പുറഞ്ചാരിയിരിക്കാം. അല്ലേടി? അപ്പൊ നിങ്ങൾ കവിതയൊക്കെ വായിക്കോ? വായിച്ചതല്ല സരോജം, പണ്ട് ഏതോ കാസറ്റിൽ കേട്ട ഓർമ്മ വെച്ച് പറഞ്ഞതാ. ഏതായാലും മോള് ഇവിടെ നിന്ന് പോയതിനു ശേഷം ഒരു സമാധാനമില്ല. ഉറക്കവും പോയി, അത്ര തന്നെ. ദേ ശ്രീടച്ച, വെറുതെ ഓരോന്നും ചിന്തിക്കണ്ട. കിടന്നുറങ്ങിക്കോ. കണ്ണടച്ച് കിടന്നാ മതി, ഉറക്കം വന്നോളൂ. നമുക്കുറങ്ങാം, പക്ഷെ മോൾക്ക് ബസ്സിൽ ഉറക്കം വരില്ല സരോജം. അവൾക്ക് ഈ യാത്രയൊന്നും ശീലമില്ലല്ലോ. 10 രൂപ കൊടുത്താൽ അതിനെ സൂക്ഷിച്ച് തിരികെ കൊണ്ടുവരും അവള്. പക്ഷെ ഇന്ന് നമ്മളെ പോറ്റാൻ വേണ്ടി അത്രയും ദൂരം അധ്വാനിക്കാൻ പോയിരിക്കുന്നു. എല്ലാം ശരിയാണ് ശ്രീടച്ച. പക്ഷെ നമ്മുടെ മനസ്സിന് സങ്കടം ഉണ്ടായാലും ഇതൊരു തരത്തിലുള്ള അഭിമാനമല്ലേ ശ്രീടച്ച?
ആൺമക്കളില്ലാന്ന് വിചാരിച്ച് ഒരു ദിവസം പോലും നമ്മുടെ മനസ്സ് വേദനിച്ചിട്ടില്ല. നമ്മുടെ മോൾക്ക് വേണമെങ്കിൽ ഈ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും കഷ്ടപ്പെടാൻ പാടില്ലെന്ന് വിചാരിച്ച് കോയമ്പത്തൂരിലേക്ക് പോകാൻ പോലും അവള് സമ്മതിച്ചു. കഷ്ടപ്പാടെന്താണെന്ന് നമ്മുടെ മോൾക്ക് നന്നായിട്ട് അറിയാം. നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഉയരങ്ങളിലെത്തും. ഉയർച്ചയുണ്ടാവും. തളരില്ലവൾ ഒരിക്കലും. സത്യം, അവളുടെ നല്ല മനസ്സിനെ ഒരിക്കലും ദൈവം കൈവിടില്ല സരോജം. നീ നോക്കിക്കോ, ഒരു നാൾ ഭാഗ്യം അവളെ തേടി വരും. അതോടെ മാറും നമ്മുടെ കുഞ്ഞിന്റെ കഷ്ടതകൾ. എന്താ ശ്രീടച്ച ചെയ്യാൻ പോകുന്നത്? എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. മോളെ എവിടെ എത്തിയെന്നൊന്നും വിളിച്ചു ചോദിക്കാനാ. എത്ര പറഞ്ഞാൽ അച്ഛനെന്താ അനുസരിക്കാത്തത്? വന്ന് കിടന്ന് ഉറങ്ങിക്കേ. ഫോൺ നാളെ വിളിക്കാം. നമ്മൾ ഇവിടെ ഇത്രമാത്രം സങ്കടപ്പെടുന്നു എന്നറിഞ്ഞാ അവളും വിഷമിക്കല്ലേ ഉള്ളൂ. ശ്രീടച്ചൻ വാ, വന്ന് കിടന്ന് ഉറങ്ങ്. വാന്ന്. കിടന്നോ? എന്താ സർ ഒരു സൈലൻസ്? 24 hours ചാലഞ്ചിൽ തോറ്റു എന്ന് സമ്മതിച്ച സാറിന്റെ മനസ്സിലുള്ള കാര്യം പറയേണ്ടി വരുന്നുള്ള ഭയമാണോ സാറിന്? ഇനഫ് ഈസ് ഇനഫ്. താനിപ്പോ കോയമ്പത്തൂരിലേക്ക് പോകുന്നില്ല, അത്രേ ഉള്ളൂ. സർ, ഡ്രൈവർ ബസ് എടുത്തു. സ്റ്റോപ്പ് ഇറ്റ്. എന്താ സാർ ഇവിടെ ഒരു ബഹളം? ഏയ് ഒന്നുമില്ല ഏട്ടാ. ബസ് നിർത്താൻ പറഞ്ഞില്ലേ? ഏയ് ഡ്രൈവർ ബസ് നിർത്ത്. ഇല്ല സർ, ഞാൻ വരുന്നില്ല. ബസ് നിർത്തരുത്. നൗ യു ഷട്ട് അപ്പ്. എടോ, വണ്ടി നിർത്താനല്ലേ പറഞ്ഞത്? എടോ കണ്ടക്ടറെ, നിങ്ങൾ ആദ്യം ഇവരുടെ ബഹളം നിർത്ത്. എന്ത് ശല്യാണിത്? യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് മര്യാദയില്ലേ? വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയും. എന്താ സാർ ഇതൊക്കെ? നിങ്ങൾ ഇറങ്ങുന്നോ അതോ ഞങ്ങളായിട്ട് നിങ്ങൾ ഇറക്കി വിടണോ? ശ്രീലക്ഷ്മി, ഇറങ്ങിയില്ലെങ്കിൽ ഈ ബസ്സിനെ ഞാൻ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. സർ പ്ലീസ് സർ, സാർ ഇറങ്ങിക്കോളൂ. ഞാൻ കുട്ടിക്ക് ഇയാളെ അറിയാലോ. ബാക്കിയുള്ളവർ ശല്യം ചെയ്യാതൊന്ന് ഇറങ്ങി പോകാൻ പറയാം. അല്ലെങ്കിൽ എല്ലാരും കൂടെ ഇയാളെ ഇനി ഇറങ്ങി ഓക്കെ ഓക്കെ ഓക്കെ, വേണ്ട, ഞാൻ തന്നെ ഇറങ്ങിക്കോളാം. അതോടെ കഴിയുമല്ലോ പ്രശ്നം മുഴുവൻ. നേരത്തെ ഇതങ്ങ് ചെയ്യായിരുന്നില്ലേ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. രാജേട്ടാ വണ്ടി നിർത്ത്. Guys, I'm sorry. I didn't mean to disturb you. I'm really sorry. Thank you. Thank you so much. Hey, Srilashmi. വാ Srilashmi. ഇറങ്ങ. Thank you. ഓ Srilashmi.
ഹലോ ആ. മാനേജർ ഉണ്ടോ ഇവിടെ? മാനേജറൊക്കെ പൂട്ടിപ്പോയി. ഇതൊക്കെ ബസ്സിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാരാ. നാളെ 8 മണിക്ക് മാനേജർ വരും. എന്താ ബുക്കിങ്ങിനാണോ? ബുക്കിങ്ങിനല്ല, ഒരാളിവിടെ വന്നോന്ന് അന്വേഷിക്കാനാ. ദാ ഈ ഫോട്ടോ കാണുന്ന ആളിവിടെ വന്നിട്ടുണ്ടോ? ചേടാ, ഇത് കൊള്ളാമല്ലോ. ഇയാൾ ഇവിടെ വന്നത് ഒരു പെൺകൊച്ചിന്റെ കാര്യം അന്വേഷിച്ച. ഇപ്പൊ ഇയാൾ അന്വേഷിച്ച് നിങ്ങളെ അന്വേഷിച്ച് നാളെ ആരെങ്കിലും വരുമോ? അപ്പൊ ഇദ്ദേഹം ഇവിടെ വന്നിരുന്നു അല്ലേ? അതല്ലേ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞത്. ആദ്യം കോയമ്പത്തൂരിലേക്കുള്ള ബസ് പുറപ്പെട്ടു എന്ന് ചോദിച്ചു. പിന്നെ അറിയേണ്ടത് ഒരു പെൺകൊച്ചിന്റെ കാര്യമായിരുന്നു. അവളുടെ പേര് ശ്രീലക്ഷ്മി. അല്ല, അദ്ദേഹം എങ്ങോട്ടാ പോയെന്നറിയോ നിങ്ങൾക്ക്? അതൊന്നും എനിക്കറിയില്ല. ഇവിടെ ഒന്ന് കോയമ്പത്തൂരിലേക്കുള്ള ബസിന്റെ കാര്യമല്ലേ ചോദിച്ചത്. ചിലപ്പോ കോയമ്പത്തൂർക്ക് വെച്ച് പിടിച്ചു കാണും. പെണ്ണിനെ അന്വേഷിച്ച് വന്നല്ലേ. ഓരോരുത്തന്മാര് ഏത് പാതാളത്തിലും പോകും. നിങ്ങൾ ആ റൂട്ടിൽ വെച്ച് പിടിച്ചു നോക്ക്. ശ്രീലക്ഷ്മി, സ്റ്റോപ്പ്. നീ എങ്ങോട്ടേ പോകുന്നത്? ഇത് സമയം എത്രയെന്ന് അറിയാമോ നിനക്ക്? സർ, പ്ലീസ് സർ, എന്റെ പിന്നാലെ വരരുത്. എനിക്കൊരു എസ്കോർട്ടിന്റെ ആവശ്യമില്ല. സോറി. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ ബസ് സ്റ്റോപ്പിൽ തന്നെ ഉപേക്ഷിച്ച് പോകാമായിരുന്നല്ലോ. അതെ, ഉപേക്ഷിച്ചു പോവായിരുന്നു. ഞാനും അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ സാറ് പോവാത്തത്? ശ്രീലക്ഷ്മി, നിൽക്കാൻ. ശരി, നിന്നു. ഇനിയെങ്കിലും എന്റെ ചോദ്യത്തിന് സാർ ഉത്തരം നൽകണം. സാറ് കാർത്തിയാനി ക്ഷേത്രത്തിൽ വന്നിരുന്നു. എന്താ, സത്യമല്ലേ? ഞാൻ കാറ് വഴിയിലിട്ട് വന്നത്. അവിടെയാണെങ്കിൽ വലിയ ട്രാഫിക്കും ഇല്ലായിരുന്നു. എങ്ങനെയുള്ള സ്ഥലമാണെന്ന് ഒരു ഐഡിയ ഇല്ല. സർ, സാറ് വിഷയം മാറ്റണ്ട. ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം. ഇനിയിപ്പോ ഫോൺ ചെയ്ത് ആരെങ്കിലും വിളിച്ചാലോ എന്ന് ആലോചിക്കുന്നത്. ആലോചിക്കണ്ട, വിളിച്ചോളൂ. ആരും തടയില്ല ഇവിടെ. ശ്രീലക്ഷ്മി, നെറ്റ്വർക്കും കിട്ടുന്നു. ശ്രീലക്ഷ്മി, നിൽക്കാൻ. സോറി, ഇനി ഈ നിൽക്കുന്നുള്ള വിളി വേണ്ട. അമ്പലത്തിലെ മിനി സ്റ്റേജിനടുത്ത് സാറ് നിൽക്കുമ്പോ ഞാൻ വന്ന് പ്രസാദം തന്നിട്ട് പോയി. അപ്പൊ വിളിക്കായിരുന്നു ശ്രീലക്ഷ്മി നിൽക്കൂന്ന്. ഇപ്പൊ പിന്നെ എന്തിനാ നിൽക്കാൻ പറയുന്നേ? ശ്രീലക്ഷ്മി, ഐ എം സോറി. എന്നോട് ക്ഷമിക്ക്. ഐ എം റിയലി സോറി. ക്ഷമിക്കാനോ? എന്തിന്? ഏത് കാര്യത്തിന് ക്ഷമിക്കണമെന്നാ സാറി പറയുന്നേ? ഞാനൊന്നും പറയുന്നില്ല. നീ വന്നേ, നമുക്ക് പോവാം. വെരി ബാഡ്. ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞു. എന്നാലും സാറിന്റെ മനസ്സിലുള്ള കാര്യം സാറ് പറയില്ലല്ലേ? ശ്രീലക്ഷ്മി, ഞാൻ എന്താ പറയുന്നത്, നീ എന്താ കേൾക്കുന്നത്? നീ ഇപ്പൊ വിഷയം മാറ്റുന്നത്, ഞാനല്ല. തെറ്റ്. ഞാനല്ല സാർ വിഷയം മാറ്റുന്നത്, സാറ് സ്വയാ. ഞാൻ ഒരിക്കലും വാക്ക് മാറ്റില്ല. എന്റെ ഇഷ്ടവും മാറ്റില്ല. 24 മണിക്കൂർ ചലഞ്ച് എന്ന് പറഞ്ഞത് വെറുതെ തമാശ കളിക്കാനായിരുന്നില്ല സാർ. നമ്മളെ രണ്ടുപേരെ മറികടന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, നമ്മളെ രണ്ടുപേരെ ഒന്നിപ്പിക്കുവാൻ ആ ശക്തിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. വിധി നമ്മളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സാർ. പക്ഷെ സാർ ഇത് സമ്മതിക്കാൻ തയ്യാറല്ലെങ്കിൽ വിട്ടേക്കേ. ഞാൻ കോയമ്പത്തൂർ പോവാം. അതിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും. നിൽക്ക് ശ്രീലക്ഷ്മി, നീ വീണ്ടും ഒരേ കാര്യം സംസാരിക്കുന്നത്. ഈ നേരത്ത് ഈ റോഡിൽ നടന്നു പോകുന്നത് സുരക്ഷിതമല്ല. നീ ആ ബാഗിങ് എന്നാ, ഞാൻ പിടിക്കാം. വേണ്ട സർ, എനിക്കറിയാം എന്റെ ബാഗ് ചുമക്കാൻ. നീ എത്ര നേരം ഈ വെയിറ്റ് ചുമക്കും? കൈ വേദനിക്കില്ലേ? അധികം കൈയല്ലേ സർ, ഹൃദയമല്ലല്ലോ. വേദനിക്കട്ടെ. മനസ്സിന്റെ ഭാരം ഇറക്കാൻ മാത്രം വേറെ വഴിയില്ലാത്തത്. ശ്രീലക്ഷ്മി, നിൽക്ക്. നീ എന്തിനാ നീ വെറുതെ വാശി പിടിക്കുന്നത്? ശ്രീലക്ഷ്മി, നെറ്റ്വർക്ക് ഇല്ല. ശ്രീലക്ഷ്മി, നിൽക്ക്. എങ്ങോട്ടാ നീ ഓടി പോകുന്നത്? ശ്രീലക്ഷ്മി, ഞാൻ പറയുന്നത് കേൾക്ക്. ശ്രീലക്ഷ്മി,